അങ്ങനെ വീണ്ടും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഹായ് ഓൾ. ഇന്ന് നമ്മുടെ 3ാമത്തെ ദിവസമാണ് കസാക്കിസ്ഥാനിൽ. അപ്പോൾ രാവിലെ തന്നെ മക്കളെയും കൂട്ടി ഞാൻ റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയതാണ്. കുട്ടികൾക്ക് ചോറും നല്ലൊരു ബ്രെഡ് ഓംലെറ്റും വാങ്ങിച്ചു കൊടുക്കാൻ. അങ്ങനെ അത് കിട്ടി. അതെല്ലാം കഴിച്ച് നമ്മളിവിടുന്ന് നേരെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയിലോട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ യാത്ര ഒയ്ക്കറാടി എന്ന് പറയുന്നൊരു വില്ലേജാണ്. ഇതിനെ പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ അറിയില്ല. നമ്മുടെ ഡ്രൈവർ സാബിറാണ്. ഇത് ഇന്നലെ രാത്രി നമുക്ക് വീണ് കിട്ടിയ ജേമാണ്. പക്ഷെങ്കിൽ ഇദ്ദേഹത്തിന് ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെങ്കിൽ ആൾ നല്ല ഡീസൻ്റാണ്. റോഡിൻ്റെ ഇരുവശത്തായിട്ട് നീളത്തിൽ കാണുന്നത് ഗ്യാസ് ലൈനാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഗ്യാസ് ലൈൻ പൈപ്പുകളാണ് ഈ കാണുന്നത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു മഴക്കാലത്ത് ഒരു ഓല വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. പക്ഷെങ്കിൽ ഇവിടെ അത്തരത്തിലുള്ള മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ സിറ്റിയിലെ തിരക്കുകളൊക്കെ മാറിയിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ ഒരുപാട് റിസോർട്ട്സൊക്കെ കാണുന്നൊരു ഏരിയയാണ് ഈ ഒയ്ക്കറാടി എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് കേബിൾ കാർ. അതായത് ഷിംബുലാക്കിൽ കയറാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന് കയറിയാലും മതി. ജസ്റ്റ് അൽമാറ്റി സിറ്റിയിൽ നിന്നും 30 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിയുടെ പനി ഇതുവരെ മാറിയിട്ടില്ല. ലാസ്റ്റ് 3 days ആയിട്ട് അതിക്ക് പനിയാണ്. ഇന്ന് എനിക്കും ചെറുതായിട്ടൊരു ചൂടുണ്ട്. അതുകൊണ്ട് സാത്തി വില്ലേജിലോട്ടുള്ള യാത്ര നാളെയിലോട്ട് മാറ്റിയിട്ട് ഇന്ന് നമ്മൾ ഈ ഒരു ഒയ്ക്കറാടി ചുറ്റിക്കറങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ആ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ, സംഭവങ്ങൾ, കേബിൾ കാർ സ്റ്റേഷൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസമാണ് ഷിബുലാക്ക് നമ്മൾ കണ്ട് കേബിൾ കാറൊക്കെ എക്സ്പ്ലോർ ചെയ്ത്. സോ ഇവിടെ ജസ്റ്റ് ഒന്ന് കുട്ടികളെ ഒന്ന് കളിപ്പിച്ച് ഇവിടെ നിന്നും മറ്റൊരു ലൊക്കേഷനിലോട്ട് പോകാമെന്നുള്ള പ്ലാനാണ് ഇപ്പോൾ ഉള്ളത്. വലിയൊരു ആപ്പിൾ ട്രീ ഉണ്ട്. എല്ലായിടത്തും റോഡ് സൈഡിലൊക്കെ ഇതാണ് നമുക്കുള്ള കാഴ്ച. ഇത് ആപ്പിൾ അല്ലല്ലോ, ഇത് പെയറാണ്. ക്രാൻബെറീസ്. ഇതാണ് റെഡ് കറന്റ്. ലെറ്റ് മീ ടേസ്റ്റ് ഫസ്റ്റ്. എന്നിട്ട് നിങ്ങൾ കഴിക്കാം. ഇത് പച്ചട ഭയങ്കര പുളിയാ. കഴിക്കാൻ കഴിയില്ല. എന്തൊരു പുളി, പഴുത്തിട്ടില്ല. ഭയങ്കര കയ്പുണ്ടല്ലോ. യെല്ലോ അല്ലടാ പഴുത്തത്, പഴുത്തെല്ലാം റെഡ് സോഫ്റ്റ് ആയിട്ട് വരും. ആ പറിക്കാൻ എത്തുന്നില്ലല്ലോ, ഒന്നും പഴുത്തിട്ടില്ല, ആവുന്നേ ഉള്ളൂ എല്ലാം. നമ്മുടെ അടുത്ത ലൊക്കേഷന് ആ മൗണ്ടൈൻ്റെ മേലോട്ട് പോവാന്നുള്ളതാണ്. ഓക്കെ, നമ്മളിനി നേരെ മേലോട്ട് പോവാം. ഓക്കെ, യെസ് യെസ് യെസ്, കം കം, ലെറ്റ്സ് ഗോ. This is our driver, Sabir. Hi. Hi. അല്പം ലോങ് ഒക്കെ പോകാനാണെങ്കിൽ നമുക്ക് ഒരു പേഴ്സണൽ ഡ്രൈവർ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് തിരഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ഫസ്റ്റ് 3 days. പക്ഷെങ്കിൽ കിട്ടിയില്ല. ഈ കാണുന്ന ഡ്രൈവർ വളരെ നല്ലതാണ്, ഹംബിളാണ്, നമ്മളങ്ങനെ അറുത്തെടുക്കുന്നൊന്നുമില്ല. അതുമാത്രമല്ല, ഇവിടെ വരുന്നതിന് മുമ്പ് യൂട്യൂബ് വീഡിയോസ് മറ്റ് ഗൂഗിളിലൊക്കെ ഒരുപാട് പ്ലേസസ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇദ്ദേഹം ഇവിടെ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മേലോട്ട് ആ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ. വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിസോർട്ട് ഏരിയ ആണ്. ഇവിടെ ഒരു ബ്രേക്കിന് ഫുഡ് കഴിക്കാനൊക്കെയുള്ള ഹട്ടുകളുണ്ട്.
Horse. See. Look outside. Как будто каждый день он решил. А у нас же по 3 удара. Fun games. ഗോൾഡ് സ്റ്റാർ ഇങ്ങോട്ട് ഇല്ലാന്നാണ് ബോർഡ്, സൈൻ ബോർഡ് കണ്ടില്ലേ? അതെ. ഇവിടെ എത്ര താഴത്തേക്ക് ഇറങ്ങിയ ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? നമുക്ക് താഴെ പോലല്ലേ. ഇതായിരുന്നു നമ്മുടെ കാറ്. യെസ്, ഇത് ഇവിടത്തെ മിനി കിണറാണ്. Yes, natural. It's coming from the mountain. That is for drinking water. Fish, അതില് ഫിഷ് ഇല്ലല്ലോ. അതിലോട്ട് വീഴല്ല ഫുഡ് കൊടുത്തിട്ട് കേട്ടോ. മക്കളുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് പറയുമ്പോഴേ അവരിതൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവർ കണ്ട ചെറിയ ചെറിയ പ്രാണികളെ പിടിച്ച് നടക്കുകയാണ് ഇവിടെ. റൈറ്റ് സൈഡിൽ എന്തൊക്കെയോ സ്പോർട്സ് ആക്ടിവിറ്റി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഈ റിസോർട്ടിൻ്റെ അണ്ടറിലാണോ അതല്ല കോളേജിൽ നിന്നും വന്നിട്ടുള്ള പ്രോഗ്രാംസ് ആണോ എന്ന് നമുക്ക് അറിയില്ല. പിന്നെ ഇവിടെ കുറേ അറബ് ഫാമിലി സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലൊരു രസം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഫ്ലൈറ്റിലുള്ളവരെ നമ്മൾ പല ലൊക്കേഷനിൽ വെച്ചും വീണ്ടും 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 മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയ രസം. Hey. ഇത് ചുമ്മാ ഷീറ്റ് വലിച്ചു കെട്ടിയിരിക്കല്ല കേട്ടോ. ഇവിടുത്തെ നൊമാദിക് ലൈഫിൻ്റെ ട്രഡീഷണൽ യുർട്ട് എന്ന് പറയുന്ന ടെൻറ്റ് ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ടായിരുന്ന എപ്പിസോഡിൽ. അത് ഒരു റിസോർട്ടിൽ ഈ പറഞ്ഞ വുഡൻ പീസസ് ഒക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് പെർ നൈറ്റിന്. ഇങ്ങനെ റിമൂവ് ചെയ്ത് വീണ്ടും ഫിക്സ് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇത് കുറച്ചുകൂടെ വുഡൻ പീസസ് ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇതുണ്ട്, ബാക്കിയുണ്ട് അവിടെ. ഇതെന്താ സംഭവം? കൊറേ പീസ് ഇവിടെ വെച്ചിട്ടുള്ളത്. ദേവി കളക്ട് ചെയ്ത് വെച്ചതാ വുഡൻ പീസാ. ഇത് എന്നിന്റെ പൈൻ്റെ ബ്രാഞ്ചസാ. ഇത് കത്തിക്കാനാ? നമുക്കിത് കത്തിച്ചാലോ? ഇതിങ്ങനെ ക്രോസ് ആക്കി വെക്കാം. ഇത് ക്രോസ് ആക്കി വെച്ച് ഞാൻ കാണിച്ചിടാം. ആണോ? ഡ്രാഗൺ ഫ്ലൈന്റെ അർച്ചന. സ്റ്റെപ്സ് കറക്റ്റ് അറിയുന്നില്ല. എപ്പോഴും കട്ടിങ് ആയതുകൊണ്ട് സോ കൂൾ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്, റിസോർട്ടിന്റെ റെസ്റ്റോറൻ്റ് ആണ്. നെക്സ്റ്റ് ഈ റിസോർട്ടിന്റെ റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാം. ഇതാണ് അതിന്റെ റെസ്റ്റോറൻറ്റ്. ഓക്കെ. ഇതിനകത്ത് കയറിപ്പോയാ? ഇതിന്റെ ഹാട്ടല്ലേ? അല്ല, ഇങ്ങനെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ പ്ലോഫ് ഈ അൽമാരി സിറ്റി തന്നെ ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് നമ്മുടെ ഡ്രൈവർ സാബിർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ കഴിച്ച ഹോസ് മീറ്റ് ഇവിടുത്തെ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്തു. ഇതും ഒരു കുർദീൻ സ്പെഷ്യലാണ്. ഇവിടെ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മക്കൾക്ക് പ്ലെയിൻ റൈസ്. പിന്നെ അവിടെ നിന്ന് നേരെ ഈ കാണുന്ന മോസ്കിലോട്ട് പള്ളിയിൽ കയറിയിട്ടാണ് പ്രെയർ നിർവഹിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ബിഗ് അൽമാറ്റി ലേക്ക്. യെസ്, ഓൺ ദ വേ ടു ബിഗ് അൽമാറ്റി ലേക്ക്. കാലാവസ്ഥ വളരെ മോശമാണ്. മോശം എന്ന് പറയാൻ ഭയങ്കര മഴയാണ്. മഴ ഭംഗിയാണെങ്കിലും പക്ഷേങ്കിൽ അൽമാറ്റി ലേക്കിലോട്ടുള്ള വഴി ദുർഘടമാവുമെന്നാണ് സാബിർ പറഞ്ഞിട്ടുള്ളത്. കാലാവസ്ഥ മോശം എന്ന് പറഞ്ഞെങ്കിലും ദുബായിൽ നിന്നും ചൂടത്ത് ഇങ്ങോട്ട് പോകുന്ന നമുക്ക് ഇത് നല്ലൊരു അനുഗ്രഹമായിട്ടാണ് ഫീൽ ചെയ്തത്. മക്കളും അതെ, ഈ ഒരു മഴയത്തുള്ള ഡ്രൈവിങ് ഞങ്ങൾ വളരെയധികം ആസ്വദിച്ച് ഒരു വർഷത്തിന് ശേഷം വീണ്ടും മഴ കാണുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ ഇറങ്ങിയെടുത്ത്. ഒരു ചെറിയ ഡാമാണിത്. ഇറങ്ങിയപ്പോഴല്ലേ മനസ്സിലായത്. മഴ പെയ്തപ്പോൾ ഫ്രീസിങ് ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. ഇലക്ട്രോ ബൈക്സ് ഞങ്ങളുടെ ആദ്യം മേലെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ നല്ല മഴ, 5 കിലോമീറ്റർ നടക്കണം.
അപ്പോൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു. ഇപ്പോൾ ഈ മഴയത്ത് നടക്കാൻ വയ്യ, നല്ല തണുപ്പുണ്ട്, ജാക്കറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടുന്ന് ബൈക്ക് റെൻറ്റിനെടുത്ത് ഒന്ന് നമുക്ക് ഇവിടുന്ന് റൈഡ് ചെയ്ത് പോവാം. ഓക്കെ, 6-7 കിലോമീറ്റർ ഉള്ളൂ. Yes. One bike? One bike? No, one bike, no, two people. हमको उठाइए आइए. One bike, no. You see, this is acceleration. Yeah. One moment. Two brake. Okay. Two brake. Okay. One brake, no, you put two brake. Two brake. Understand? Okay. This red, put, Spot put on. and small, you go. Understand? Okay. Yeah, understand. Understand? Please start one small, go. Power. Understand? Yes. This power. Nice. This echo. You see? This you know, okay. And you see acceleration, high speed. Understand? These two brakes. Okay. One brake, no, two brake. Understand? Yes. And red put in small red go. Understand? Sit down, please. Are you okay? അപ്പോൾ അങ്ങോട്ടുള്ള ദൂരം 5 കിലോമീറ്റർ അല്ല, 12 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു ബൈക്കിന് റെൻറ്റ് വരുന്നത് 20,000 ടെങ്കയാണ്. അപ്പോൾ അൽമാട്ടി ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ചായ ടൈം, റെസ്റ്റോറൻ്റ് അല്ല, ഇവിടുത്തെ ചായക്കട, ചായ കോഫി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം. പക്ഷെങ്കിൽ ഫലം വിപരീതമായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫുൾ വീഡിയോ എപ്പിസോഡ്സ് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.